നേരത്തെ നമ്മൾ കേരളത്തിൽ മഴയുടെ അവസ്ഥ എങ്ങനെയാണ് എന്നുള്ളതൊക്കെയും പരിശോധിച്ചു. നോർത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ മഴയാണ്. ശക്തമായ മഴ വിവിധ സംസ്ഥാനങ്ങളിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഹാമാരി, പ്രളയം എന്ന് തന്നെ പറയാം. നൂറുകണക്കിന് ആളുകൾ മരിച്ച ഒരു സ്ഥിതിയിലൂടെയൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഉത്തരാഖണ്ഡിലും നേപ്പാളിലും പെയ്ത പേമാരിയിൽ ഹിമാലയൻ നദികൾ നിറഞ്ഞതോടെ പ്രളയക്കെടുതിയിൽ അമർന്ന് യുപിയിലെയും ബീഹാറിലെയും ഗ്രാമങ്ങൾ. യുപിയിൽ ഗാംഗ്ര, ഗോമതി, രാംഗംഗ, കനൌത്ത്, ഗാര തുടങ്ങിയ നദികളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നത് 16 ജില്ലകളിലെ 2.5 ലക്ഷത്തോളം പേരെ ബാധിച്ചു. യുപിയിൽ മഴക്കെടുതികളിൽ സംസ്ഥാനത്ത് 70-ലധികം പേരാണ് മരിച്ചത്. സ്വാതി സന്തോഷ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. സ്വാതി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കാവ്യ. നൂറുകണക്കിന് ആളുകൾ നേരത്തെ അസമിലെ പ്രളയക്കെടുതിയുമായി ബന്ധപ്പെട്ട് 100-ലധികം പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. യുപിയിലും സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നതാണ്. ദില്ലിയിൽ ഇന്നലെ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇന്ന് എന്താണ് ഈ വടക്കൻ സംസ്ഥാനങ്ങളിൽ പൊതുവിലെ സാഹചര്യം? കാവ്യ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും കനത്ത മഴ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തുടരുന്ന സാഹചര്യം തന്നെയാണ്. ദില്ലിയിലും സമാനമായി തന്നെ വിവിധയിടങ്ങളിൽ നേരിയ മഴ പെയ്യുന്നുണ്ട്. അതേസമയം ഉത്തരാഖണ്ഡിലെയും ഹിമാചലിലെയും ഒക്കെ അവസ്ഥ വളരെ ദാരുണമായി തന്നെ തുടരുകയാണ്. ജനങ്ങൾ വലിയ തോതിൽ ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് വലിയ ദുരിതം അനുഭവിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. യുപിയിൽ ഈ വിവിധ നദികളിലെ ജലനിരപ്പുകൾ ക്രമാതീതമായി ഉയർന്നതുകൊണ്ട് തന്നെ വിവിധ ഗ്രാമങ്ങളും വെള്ളത്തിലടിയിലായ സാഹചര്യമാണ്. ഗതാഗത സംവിധാനങ്ങളൊക്കെയും പൂർണ്ണമായും നിലച്ചുകൊണ്ട് എല്ലാ വീടുകളിലും വെള്ളം കയറിയ അവസ്ഥയോടെ ആളുകളെയൊക്കെ വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശങ്ങളിൽ മഴ കനത്തതിന് പിന്നാലെ ശക്തമായ മണ്ണിടിച്ചിലുണ്ടാകുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ മണ്ണിടിച്ചിലുകൾ വിവിധ ഇടങ്ങളിൽ തുടരുന്ന സാഹചര്യം തന്നെയാണ്. യുപിയെ സംബന്ധിച്ച് കനത്ത നാശനഷ്ടങ്ങളാണ് വിവിധ ഇടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. വീടുകളടക്കം ഒലിച്ചു പോകുന്ന സാഹചര്യമുണ്ട്. ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തത്രയും മഴ ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാവ്യ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മരണസംഖ്യയുമായി ബന്ധപ്പെട്ട വലിയ ആശങ്ക എല്ലാവരും പ്രകടമാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആസാമിൽ മരണസംഖ്യയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ 100-ലധികം മരണസംഖ്യയിലേക്ക് കടക്കുമ്പോൾ അതേ സമാനമായ സാഹചര്യത്തിലേക്ക് തന്നെ യുപി പോകുന്നുവെന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രളയം കടുത്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ദുരന്ത നിവാരണ സേനയടക്കം വിവിധയിടങ്ങളിൽ വിന്യസിക്കാൻ വേണ്ടി ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകുന്ന സാഹചര്യമുണ്ട്. യുപിയെ സംബന്ധിച്ച് വളരെ കടുത്ത ആശങ്കയിൽ തന്നെ ജനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ആസാമിലെ പോലെ തന്നെ ബ്രഹ്മപുത്രയടക്കമുള്ള നദികളിലെ ജലനിരപ്പ് അപകടകരമായ നിലയിൽ തന്നെ തുടരുന്ന സാഹചര്യത്തിൽ അവിടെയും വെള്ളക്കെട്ടുകൾ രൂക്ഷമായി നിൽക്കുകയാണ്. വെള്ളക്കെട്ടുകൾ കുറയാത്ത സാഹചര്യത്തിൽ തന്നെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ദില്ലിയെ സംബന്ധിച്ച് വിവിധ ഇടങ്ങളിൽ നേരിയ മഴ മാത്രമാണ് പെയ്യുന്നത്. കഴിഞ്ഞ ദിവസം മഴ ഉണ്ടെങ്കിൽ പോലും കനത്ത ഹ്യൂമിഡിറ്റി നിലനിൽക്കുന്നത് വലിയ തരത്തിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇന്നും വിവിധയിടങ്ങളിൽ, ഡൽഹിയിലടക്കമുള്ള വിവിധയിടങ്ങളിൽ മഴ പെയ്യാൻ തന്നെയാണ് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ അറിയിപ്പ്. കാവ്യ. ശരി സ്വാതിയാണ് ഈ വടക്കൻ സംസ്ഥാനങ്ങളിലെ വിവരങ്ങൾ നൽകിയത്.